നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗാസയിൽ ആക്രമണം തുടരുകയാണ് ഇസ്രയേൽ. അതിനിടെ വെടിനിർത്തൽ ചർച്ചകൾക്കായി ഹമാസിന്റെ ഉന്നത നേതാക്കൾ ഇന്നലെ ഈജിപ്തിന്റെ തലസ്ഥാനമായ കൈറോയിലെത്തി. റംസാൻ മാസം ആരംഭത്തിന് മുൻപ് 6 ആഴ്ച നീളുന്ന വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നേക്കുമെന്നാണ് മധ്യസ്ഥ ചർച്ചകളിൽ ഉൾപ്പെട്ട US ഉദ്യോഗസ്ഥർ പറയുന്നത്. വെടിനിർത്തൽ കരാറിന് ഇസ്രയേൽ അംഗീകാരം നൽകിയിട്ടുണ്ട്. ഹമാസ് ഇതുവരെ അന്തിമ പ്രതികരണം നടത്തിയിട്ടില്ല. ഇസ്രയേൽ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ 24 മുതൽ 48 മണിക്കൂറിനുള്ളിൽ വെടിനിർത്തൽ കരാർ അംഗീകരിക്കാൻ തയ്യാറാണെന്ന് ഹമാസ് അംഗങ്ങൾ പറയുന്നു. എന്നാൽ ഗാസയിൽ ജീവനോടെയുള്ള ബന്ദികളുടെ വിവരങ്ങൾ കൈമാറാൻ ഹമാസ് തയ്യാറാകാത്തത് ഇസ്രയേലിനെ പ്രകോപിപ്പിക്കുന്നുണ്ട്. പാരീസിലും ഖത്തറിലും നടന്ന ചർച്ചകളുടെ തുടർ നീക്കം എന്ന നിലയിൽ ഹമാസ് ഇസ്രയേൽ സംഘങ്ങളുമായുള്ള കൈറോയിലെ ചർച്ച. കൈറോയിലേക്ക് സംഘത്തെ അയക്കുന്നത് സംബന്ധിച്ച് ഇസ്രയേലിനുള്ളിൽ തന്നെ ആദ്യം അവ്യക്തത നിലനിന്നിരുന്നു. വിട്ടയക്കുന്ന ബന്ദികളുടെ കാര്യത്തിൽ ഹമാസിന്റെ നിലപാട് അറിഞ്ഞു മാത്രം സംഘത്തെ അയച്ചാൽ മതിയെന്ന് യുദ്ധകാര്യ മന്ത്രിസഭാ തീരുമാനമെന്ന് ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ബന്ദികളുടെ കാര്യത്തിൽ ഹമാസ് ഇടഞ്ഞു നിൽക്കെ വെടിനിർത്തൽ കരാറിന് ഇസ്രയേൽ അംഗീകാരം നൽകിയെന്നാണ് പുതിയ വിവരം. ഇസ്രയേലിന്റെ ആവശ്യം അംഗീകരിച്ചതിനാലാണോ ഈ നീക്കമെന്ന് വ്യക്തമല്ല. എന്നാൽ ഹമാസിന്റെ എല്ലാ ആവശ്യങ്ങളും ഇസ്രയേൽ അംഗീകരിക്കാൻ സാധ്യത ഒട്ടും തന്നെയില്ല. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഗാസ സിറ്റിയിലെ കമാൽ അദ്വാൻ ആശുപത്രിയിൽ പോഷകാഹാരക്കുറവും നിർജ്ജലീകരണവും മൂലം മരിച്ചത് 15 കുട്ടികളാണ്. തീവ്രപരിചരണ വിഭാഗത്തിലുള്ള 6 കുട്ടികളുടെ നില ഗുരുതരമാണ്. ആവശ്യമായ വൈദ്യുതിയോ ഓക്സിജനോ ഇവിടെ ലഭ്യമല്ല. അടിയന്തര മരുന്നുകളും കിട്ടാനില്ലെന്ന് ഹമാസ് പറയുന്നു. പോഷകാഹാരക്കുറവും വയറിളക്കവുമായി ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്ന 6 കുട്ടികളുടെ ജീവൻ അപകടത്തിലാണെന്ന് മന്ത്രാലയ വക്താവ് അഷ്റഫ് അൽ ഖിദ്ര പറഞ്ഞു. ജനറേറ്ററിന്റെ പ്രവർത്തനവും ഓക്സിജൻ വിതരണവും നിലച്ചതിനാൽ ചികിത്സയും അവതാളത്തിലാണ്. ആഹാരമില്ലാതെ വലയുന്ന ഗാസക്കാർക്ക് ശനിയാഴ്ച US സൈന്യം വിമാനങ്ങളിൽ നിന്ന് 30,000-ഓളം ഭക്ഷണപ്പൊതികൾ ഇട്ടുകൊടുത്തിരുന്നു. മധ്യ ഗാസയിൽ സഹായ വിതരണ ട്രക്കിന് ചുറ്റും കൂടിയവർക്ക് നേരെ ഇസ്രയേൽ സേന നടത്തിയ വെടിവെപ്പിൽ 9 പേരാണ് കൊല്ലപ്പെട്ടത്. 24 മണിക്കൂറിനിടെ ഇസ്രയേൽ ആക്രമണങ്ങളിൽ 90 പേർ കൊല്ലപ്പെട്ടെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇതുവരെ 30,410 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. 71,700 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഗാസ സംഘർഷം ആരംഭിച്ചതിനു ശേഷം അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഇതുവരെ 7,340 പലസ്തീൻകാരെ ഇസ്രയേൽ അറസ്റ്റ് ചെയ്ത് തടവിലാക്കി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.